ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ പായസമാണ്. എൻ്റെ പേര് ദുൽസെ ദെ ലെച്ചെ പായസമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിലുണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് അരിയിലും ഉണ്ടാക്കാം, സേമിയത്തിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ സേമിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇനി അതൊന്ന് മെൽറ്റായി വരണം. കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരണം. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഫ്ലെയിം വെക്കാനായിട്ട്. അപ്പൊ ഇതൊന്ന് മെൽറ്റായി വരട്ടെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനൊന്ന് ഉരുക്കി എടുത്തിട്ട് വരാം. അപ്പൊ പഞ്ചസാര ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ മിൽക്ക് മെയ്ഡ്, ഞാനൊരു 1/2 ടിൻ അളവിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട പിടിച്ചിരിക്കും, കുഴപ്പമില്ല. ഇത് മെൽറ്റായി വന്നോളും കേട്ടോ. നമ്മൾ ആദ്യം ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് ഒന്ന് കട്ട പിടിച്ചിരിക്കും. എന്നിട്ട് ഈ പഞ്ചസാരയും ഈ നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് കാരമലൈസ് ആയി വരണം. അപ്പൊ അതുവരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ കാരമലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പാത്രം അടി കട്ടിയുള്ളതായിരിക്കണം. ഞാനിപ്പോൾ എടുത്ത അത്ര അടി കട്ടിയുള്ള പാത്രം അല്ലായിരുന്നു. അതുകൊണ്ടിട്ടാണ് അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട പിടിച്ചതുപോലെ ആയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റൊന്നും ഒരു കുഴപ്പമുണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ 1 ലിറ്റർ അളവിൽ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാല് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ഇതുപോലെ ഇങ്ങനെ കാണുന്നതൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് അളവിൽ ചൂട് പാല്, തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നല്ലോണം ചൂടാകുമ്പോൾ തന്നെ ആ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊടി പോലെ കാണുന്നില്ല, അതെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടിക്കോളും. കണ്ടോ, ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 1/4 കപ്പ് അളവിൽ സേമിയയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേമിയ ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ട് നല്ലതുപോലെ അതിൻ്റെ കളർ നല്ലതുപോലെ മാറി വരത്തക്ക രീതിയിൽ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കളർ നല്ലോണം ചേഞ്ചായി വരണം, അപ്പോഴാണ് ഞങ്ങൾക്ക് പായസം കാണാനും ഒക്കെ നല്ലൊരു ഭംഗി വരുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം, നമ്മൾ ഓൾറെഡി പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് ഒരു 200 ഗ്രാം അളവിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓർത്തിട്ട് വേണം പഞ്ചസാര ഇടാനായിട്ട്. ഇതും പോരാഞ്ഞിട്ട് ഞാനിപ്പോൾ ബോളിയും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണമോ ആ ഒരു ഇത് ഓർത്തിട്ട് വേണം മധുരം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വരണം. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. കാര്യം നമ്മൾ കാരമലൈസ് ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ സേമിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ സേമിയ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഈ സമയത്ത് ഞാൻ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടെന്നും പറഞ്ഞിട്ട് പാല് പിരിഞ്ഞൊന്നും പോകത്തില്ല. നമ്മുടെ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ നമുക്കിത് തിളപ്പിച്ച് അടിപൊളിയായിട്ട് എടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇത് വെന്തിട്ട് ഒന്ന് കുറുകി വരണം. ഇത് കണ്ടോ, അതിൻ്റെ കളർ കണ്ടോ, നല്ലൊരു ക്രീമി കളറിലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് ഒന്നുകൂടെ തണുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിരുന്നതും കൂടി ഇട്ട് കൊടുക്കുക. അത് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് വറുത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നെയ്യ് കുറച്ചുകൂടെ ഇഷ്ടമുള്ളവർ ഒരു 3 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്താൽ മതി. നമ്മളിതിൻ്റെ അകത്ത് ഏലക്ക അങ്ങനത്തെ വേറെ സ്പൈസസ് വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ആകെ ഇട്ടിട്ടുള്ളത് അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ്.
അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് ഒരു കുറുകിയ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഇത് തണുക്കുമ്പോൾ കഴിക്കാനാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെന്നല്ല, പുറത്തിരുന്നതിനെ തണുത്ത് ഒന്നും കൂടെ ഒന്ന് ഇതാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഞാൻ ബോളി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ബോളി കൂട്ടിയാണ് ഞാൻ ഈ പായസം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.